പിന്നെ ജേണൽ എൻട്രിയുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. 10/4/2023 പർച്ചേസ് മെഷീനറി ₹15 lakh. അതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 2 ഐറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കണം. മെഷീനറി ഏതാണെന്നുള്ള ഒരു ഐറ്റം മെഷീനറി ആണെന്നുള്ളത് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ക്യാഷിൻ്റെ കാര്യം പറയുന്നില്ല, കൊടുക്കുന്നുണ്ടോ ഇല്ലോ ഒന്നും പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ക്യാഷ് കൊടുത്തായിട്ടും കരുതിക്കൊണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ഐറ്റം മെഷീനറി, രണ്ടാമത്തെ ഐറ്റം ക്യാഷ്. പിന്നെ അത് രണ്ട് ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. റിയൽ അക്കൗണ്ടാണോ, പേഴ്സണൽ അക്കൗണ്ടാണോ, നോമിനൽ അക്കൗണ്ടാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും, ഈ 2 ഐറ്റം നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു ഐറ്റം. അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് കരുതാം. ക്യാഷ് നമുക്ക് കാണാം, അതുപോലെ മെഷീൻ നമുക്ക് കാണാം. അപ്പോൾ 2 റിയൽ അക്കൗണ്ടായിട്ട് നമ്മൾ കരുതാം. മേൽ പറഞ്ഞ പോലെ അതിന് ശേഷം റിയൽ അക്കൗണ്ട് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം റൂൾ അപ്ലൈ ചെയ്യുക. അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അതാണ് റൂള്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താണ് വന്നത്, മെഷീനറിയാണ് നമുക്ക് കിട്ടിയത്, അപ്പം അതിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പോയത്, ക്യാഷാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ എന്തുവാ റൂൾ അപ്ലൈ ചെയ്യാം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.